ഹായ് സ്റ്റുഡൻസ്, MBA സെക്കൻഡ് സെമ്മിലെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ തേർഡ് മൊഡ്യൂളായിട്ടുള്ള മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു വലിയൊരു മാർക്കറ്റിനെ പല പല ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള പല ഗ്രൂപ്പുകളിലും പല പല ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് അവിടെയുള്ള ഓരോ വ്യക്തികൾക്കും ഇൻകം ഉണ്ട്, ജോലി ഉണ്ട്, പല പല ആവശ്യങ്ങളായിരിക്കും, പല പല താല്പര്യങ്ങളായിരിക്കും. ഇങ്ങനെ ഓരോ ഗ്രൂപ്പിലെയും ആളുകൾക്ക് പല പല ഇൻട്രസ്റ്റുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു കമ്പനി എല്ലാ ഗ്രൂപ്പിനെയും ഒന്നാക്കി കാണാതെ എല്ലാ ഗ്രൂപ്പിനെയും പല പല വിഭാഗമാക്കി കാണണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഈ കാറ്റഗറി എന്ന് പറയുമ്പോൾ ലോ ക്ലാസ്, മിഡിൽ ക്ലാസ് എന്ന് പല രീതിക്കുള്ള ക്ലാസ്സുകൾ വരും. അപ്പോൾ എല്ലാവരെയും ഒരൊറ്റൊരു ഗ്രൂപ്പാക്കി കാണാതെ പല പല ഗ്രൂപ്പിൻ്റെയും ആവശ്യങ്ങൾ എന്താണ്, അവർക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിക്കാണ്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ഓരോ പ്രൊഡക്റ്റും നിർമ്മിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ചെരുപ്പ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സേക്കാൾ വിദ്യാർത്ഥികളുണ്ട്, കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ ഓഫീസിൽ പോകുന്ന വ്യക്തികളുണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരുപോലത്തെ ഷൂ നമുക്ക് നിർമ്മിക്കാൻ പറ്റൂല. കാരണം ഈ എല്ലാ വ്യക്തികളുടെയും ആവശ്യങ്ങളും താല്പര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കമ്പനി എന്ത് ചെയ്യണം, ഈ ഒരു മാർക്കറ്റ് എന്ത് ചെയ്യണം, ഇങ്ങനെ കസ്റ്റമേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നു. അതായത് സ്കൂൾ വിദ്യാർത്ഥികൾ ഒരു കാറ്റഗറി, ഒരു ഗ്രൂപ്പ്, ഓഫീസിൽ പോകുന്നവർ വേറെ ഗ്രൂപ്പ്, സ്പോർട്സിൽ പോകുന്നവർ വേറെ ഒരു ഗ്രൂപ്പ്, കോളേജിൽ പോകുന്നവർ വേറെ ഗ്രൂപ്പ്, ഇങ്ങനെ 4 ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തു. ഇതിൽ വിദ്യാർത്ഥികൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള ചെരുപ്പ് മതിയല്ലോ. പിന്നെ കോളേജിൻ്റെ അവിടേക്ക് വരുമ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ചപ്പൽസ്, പിന്നെ ഓഫീസിൽ പോകുന്നവർക്കാവുമ്പോൾ ഫോർമൽ ആയിട്ടുള്ള ഷൂ, സ്പോർട്സിന് പോകുമ്പോൾ സ്പോർട്സിന് ഇടാൻ പറ്റിയിട്ടുള്ള ഷൂ, ഇങ്ങനെ 4 കാറ്റഗറി. ഈ 4 കാറ്റഗറിയിലെ ആളുകളുടെ ഇൻട്രസ്റ്റും താല്പര്യമൊക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്തു, അവർ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കിയിട്ട് അവർക്കനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഓരോ കസ്റ്റമറിനെയും ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നു. ഇതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. വൈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് ഈ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പ്രധാനമാണ് എന്ന് പറയുന്നത്? ബെറ്റർ കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഒരു വലിയൊരു മാർക്കറ്റിനെ പല പല കാറ്റഗറി അല്ലെങ്കിൽ പല പല ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഓരോ കസ്റ്റമേഴ്സിനെയും അവർക്ക് മനസ്സിലാക്കാൻ കഴിയാണ്. അതായത് ഓരോ കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സിനും എന്താണ് അവരുടെ താല്പര്യം, എന്താണ് അവരുടെ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ ഏതൊക്കെ റേഞ്ചിലാണ് പ്രൊഡക്ട്സ് വേണ്ടത് എന്നുള്ളത് കസ്റ്റമേഴ്സ് നല്ല രീതിക്ക് മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്താണ് ആവശ്യം അത് അവർക്ക് കൊടുക്കാൻ കഴിയുന്നു. നെക്സ്റ്റ് ഒരു പോയിന്റ്, എഫിഷ്യൻറ്റ് റിസോഴ്സ് യൂസ്. അതായത് കമ്പനികൾ എഫിഷ്യൻ്റ് ആയിക്കൊണ്ട് അവരുടെ കയ്യിലുള്ള റിസോഴ്സ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പാരൻസ് ഉണ്ടാവുമല്ലോ, അതായത് ബേബി കെയർ നോക്കുന്ന പാരൻസ്. അപ്പോൾ ഇവരെ അടിസ്ഥാനമാക്കിയിട്ട് എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അത് ഇവർക്ക് കൊടുക്കുമ്പോൾ ഇപ്പോൾ പാരൻ്റ് ഇല്ല, അതായത് ഇപ്പോൾ ബേബീസ് ഒന്നും ഇല്ലാത്ത പാരൻസ് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ, ആ പ്രൊഡക്റ്റിൻ്റെ ബേസിലുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതൊരു എഫിഷ്യൻറ്റ് റിസോഴ്സ് യൂസ് ആണ് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഒരു പോയിന്റ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഇവിടെ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുക, കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ അവരുടെ ആവശ്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക. ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നു. അതായത് ഓരോ കോമ്പറ്റേറ്റീവിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നു എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്ത്രീകളുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ ഒരു കമ്പനി ഫോക്കസ് ചെയ്യാണ്, ആ ഒരു ഇതിൽ മാത്രം, ആ ഒരു കാറ്റഗറിയിൽ മാത്രം ഫോക്കസ് ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും അവർക്ക് എന്താണ് ഇനി ആവശ്യമുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ട് നമ്മൾ ഒരൊറ്റ കാറ്റഗറി മാത്രം ഫോക്കസ് ചെയ്തെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അവർ കൂടുതൽ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കി വരും. അപ്പോൾ ഇതൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ് അവർക്ക് മാർക്കറ്റിൽ. നെക്സ്റ്റ് ഒരു പോയിന്റ്, സ്ട്രോങ്ങർ പൊസിഷനിങ്. അതായത് ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ഉള്ളിൽ ഓരോ ബ്രാൻഡിനും ഓരോ പൊസിഷനിങ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, നൈക്ക് എന്ന് പറഞ്ഞൊരു സ്പോർട്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഷൂ ആണ്.
അതുപോലെ റോളക്സ് പറയുമ്പോൾ ഒരു ലക്ഷറി വാച്ചാണ്. ഡവ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിന്ന് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ബ്രാൻഡിനെ കുറിച്ചും ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഒരു പൊസിഷനിങ് ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഓരോ ബ്രാൻഡും ഈ ഓരോ കസ്റ്റമേഴ്സിലും ഇങ്ങനൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ഗ്രൂപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരങ്ങനെ ഇമേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ മെയിൻ ബേസിക്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഡെമോഗ്രാഫിക് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. ഇവിടെ നമ്മൾ ഓരോ വ്യക്തികളെയും വിലയിരുത്തിയിട്ട് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷറബിൾ ആണ്. ഇവിടെ ഓരോ വ്യക്തികളുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ നമുക്ക് മെഷറബിൾ ആണ്, മെഷറബിൾ സ്റ്റാറ്റിക്സ് ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡെമോഗ്രാഫിക് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണ്. അപ്പോൾ അതിൽ മെഷറബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഏജ് ആണ്. ഏജ് എന്ന് പറയുമ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ഒരേ ഏജ് ആവില്ല, പല വിഭാഗക്കാരുണ്ടാവും. അപ്പോൾ ഈ പല വിഭാഗത്തിലുള്ള ഏജിൽപ്പെട്ട വ്യക്തികൾക്കും പല പല ആവശ്യങ്ങളാണ്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, അവരുടേതായിട്ടുള്ള ബേബി പ്രൊഡക്ട്സ് ആണ് ആവശ്യമുള്ളത്. വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവും, ലൈക്ക് പുസ്തകങ്ങൾ അങ്ങനത്തെ. പിന്നെ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലാപ്ടോപ്പ് ആൻഡ് സ്മാർട്ട് ഫോൺ. ഇങ്ങനെ ഓരോ ഏജ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള വ്യക്തികൾക്കും ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങളാണ്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്താ, നമുക്ക് മെഷറബിൾ ചെയ്യാൻ കഴിയും. എന്താണ് ഇവരുടെ ആവശ്യം നമുക്ക് അറിയാൻ കഴിയുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് ജെൻഡറാണ്. ജെൻഡർ എന്ന് പറയുമ്പോൾ മെയിൽസിനും ഫീമെയിൽസിനും പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും വേണ്ടി വരിക. ഇപ്പം ജെൻസിൻ്റെ കേസിൽ പറയുമ്പോൾ അവർക്ക് ഷേവിങ് ക്രീം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനത്ത് ഗേൾസിന് കൂടുതൽ വേണ്ടി വരിക മേക്കപ്പ് പ്രൊഡക്ട്സ് ആയിരിക്കും. അപ്പോൾ ഓരോ കാറ്റഗറി പെടുന്ന വ്യക്തികൾക്കും എന്താണ് ആവശ്യമെന്ന് മെഷറബിൾ ചെയ്യാൻ കഴിയുന്നു. ദെൻ നെക്സ്റ്റ് ഇൻകം ബേസ്ഡ് പറയുമ്പോൾ എല്ലാ വ്യക്തികളും ഇപ്പോൾ ഒരേ ലെവലിലായിരിക്കില്ല ലെവൽസ് വരിക. ഇൻകം എന്ന് പറയുമ്പോൾ അപ്പർ ലെവൽ, ലോവർ ലെവൽ, മിഡിൽ ലെവൽ, അങ്ങനെ പല ലെവൽസും വരും. അപ്പോൾ ഓരോ കാറ്റഗറി, അതായത് ഓരോ ഇൻകം ലെവൽ ബേസ്ഡ് ആൾക്കാരെ അടിസ്ഥാനമാക്കിയിട്ട് പ്രൊഡക്റ്റ് കമ്പനികൾ മേക്ക് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ബ്രാൻഡായിട്ടുള്ള ഈ ലംബോർഗിനി അങ്ങനത്തെ പോലത്തെ കാറുകൾക്ക് വാങ്ങാൻ കഴിയാർക്കാണ്, അത്യാവശ്യം ലക്ഷറി ലെവലിൽ ഇൻകം കിട്ടുന്നവർക്കാണ്. മറിച്ച് ഈ മാരുതി സുസുക്കി ഇതുപോലത്തെ കാറുകൾ വാങ്ങാൻ കഴിയാർക്കാണ് ഒരു മിഡിൽ ലെവൽ അഫോർഡബിൾ റേറ്റിൽ അഫോർഡബിളായിട്ട് വാങ്ങാൻ കഴിയുന്ന ആളുകൾ, അതായത് ഇൻകം ലെവൽ ഭയങ്കര മിഡിൽ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെയാണ് ഈ മാരുതി സുസുക്കി വാങ്ങാൻ കഴിയുക. അപ്പോൾ ഓരോ ഇൻകം ബേസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെയും ഇവർ കൺസിഡർ ചെയ്യും. ദെൻ നെക്സ്റ്റ് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള വ്യക്തികൾക്കും പല പല ഡിഫറെൻറ്റ് എഡ്യൂക്കേഷനാണ്. അതായത് ഇപ്പോൾ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ സ്കൂൾ കാലഘട്ടം ഒരു 10 വരെ അങ്ങനെ, അല്ലെങ്കിൽ +2 വരെ അങ്ങനെ. പിന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് പ്രൊഫഷണൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ്, അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ള വ്യക്തികളെയും അവർ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഏത് രീതിക്കുള്ള എഡ്യൂക്കേഷനാണ് വേണ്ടതെന്നുള്ളത് അവർ മെഷറബിളായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ദെൻ ഫാമിലി സൈസ് അറിയുമ്പോൾ ഇപ്പോൾ ഒരു വ്യക്തിക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ മേ ബി അത് 1 or 2 വാങ്ങിയാൽ മതിയാവും. പക്ഷേ ഒരു ഫാമിലി ഒരു 10-15 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എണ്ണം ഡബിൾ ആവും. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു വ്യക്തിക്ക് ഒരു മാസം 5 കിലോനോ 4 കിലോ അരി വാങ്ങിയാൽ മതി. പക്ഷെ മറിച്ച് അവിടെ 10 ആൾക്കാരുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ അവിടെ 25 കിലോനോ അത് മേ ബി അത്രയൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ അതാണ് ഫാമിലി സൈസിൻ്റെ മെഷറബിൾ അറിയുമ്പോൾ നമുക്ക് എത്രത്തോളം വാങ്ങണം എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഓക്കുപ്പേഷൻ. വ്യത്യസ്ത ജോലി ചെയ്യുന്നവർക്ക് വ്യത്യസ്ത ആവശ്യങ്ങളാണുള്ളത്. ഇപ്പോൾ ഒരു എഡിറ്റർക്ക് ലാപ്ടോപ്പ് ആവശ്യമാണ്, ഒരു ഡോക്ടർക്ക് എന്താണ് ഡോക്ടറായിട്ടുള്ള ടൂൾസുകൾ ആവശ്യമാണ്. അങ്ങനെ പല പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പല പല ടൂൾസാണ് വേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡെമോഗ്രാഫിക്കായിട്ട് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ചെയ്യുന്ന രീതി. രണ്ടാമത്തെ മെയിൻ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷനാണ് ജിയോഗ്രാഫിക്. അതായത് കസ്റ്റമേഴ്സിൻ്റെ താമസ സ്ഥലം അല്ലെങ്കിൽ അവർ നിൽക്കുന്ന റീജിയണ് ഇത് അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ മാർക്കറ്റിനെ അവർ ഡിവൈഡ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് റീജിയണ്, അതായത് ഇവിടെ ഓരോ സ്ഥലങ്ങളിലുള്ള വ്യക്തികൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ കേരളത്തിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ
കേരളത്തിനനുസരിച്ചിട്ടുള്ള ഓരോ പ്രൊഡക്ട്സ് ആയിരിക്കും വേണ്ടി വരിക. മറിച്ച് ഗുജറാത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടുത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും വേണ്ടി വരിക. ദെൻ നെക്സ്റ്റ് പറയുന്നത് അർബണും റൂറലും. അതായത് അർബൺ എന്ന് പറയുമ്പോൾ നഗരാണ്, സിറ്റിയാണ്. റൂറൽ എന്ന് പറയുമ്പോൾ വില്ലേജുമാണ്. അപ്പോൾ നമ്മുടെ ഈ സിറ്റിയിൽ എന്തെങ്കിലും ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സാധനം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിറ്റിയിൽ 5Gൻ്റെ ഒരു ഫോൺ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, സിറ്റിയിൽ എല്ലാവരും പിന്നെ അത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ അപ്പോഴും റൂറൽ അതായത് വില്ലേജിൽ ബാറ്ററിയുമായി ബന്ധപ്പെട്ട ഫോണുകളായിരിക്കും ആ ടൈമിൽ അവർ കൊണ്ടുവരിക. പിന്നെ വരുന്നത് ക്ലൈമറ്റാണ്. അതായത് ഓരോ സ്ഥലങ്ങളിലെ ക്ലൈമറ്റ് ഡിഫറെൻ്റ് ആകുമ്പോഴും അവിടുത്തെ വ്യക്തികളുടെ ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആവുകയാണ്. ഫോർ എക്സാമ്പിൾ ദുബായിൽ ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അവിടെ AC നിർബന്ധമാണ്. കേരളത്തിൽ മഴയാണെന്നുണ്ടെങ്കിൽ അവിടെ കുട, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നിർബന്ധമാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒന്ന് സിറ്റി സൈസ്. അതായത് ഇപ്പോൾ ഒരു സിറ്റി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മുംബൈ പോലത്തെ സിറ്റി ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ലക്ഷറി ആയിട്ടുള്ള ഷോപ്പിംഗ് മാളുകൾ ഇതുണ്ടാക്കുന്നു. പക്ഷേ ഒരു സിറ്റി അല്ല, ഒരു സ്മോൾ ടൗൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ ലോക്കൽ സ്റ്റോറുകൾ ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ജിയോഗ്രഫിക്കിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത്. മൂന്നാമതാണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻസ്. ഇവിടെ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും പേഴ്സണലി ആയിട്ടുള്ള വിശ്വാസങ്ങൾ, അവരുടെ ജീവിതശൈലി, അവരുടെ വാല്യൂസ്, മൂല്യങ്ങൾ ഇതൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, മാർക്കറ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാക്കുന്നു. അപ്പോൾ അതിൽ വരുന്നതാണ് ലൈഫ് സ്റ്റൈല്. അതായത് ഓരോ കസ്റ്റമേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും വാങ്ങുക. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് വെഹിക്കിള്, അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ബാഗ്സ് ഇതൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. ലക്ഷറി ലൈഫ് സ്റ്റൈലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, BMW, റോളക്സിൻ്റെ വാച്ച്, ഇത്തരം ലക്ഷറി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും യൂസ് ചെയ്യാം. ദെൻ മിനിമലിസ്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ ഡിസൈൻസ് ഒക്കെ വളരെ കുറഞ്ഞിട്ടുള്ള രീതിക്കുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും യൂസ് ചെയ്യാം. ദെൻ പേഴ്സണാലിറ്റി. അതായത് ഓരോ കസ്റ്റമേഴ്സിനും പല പല പേഴ്സണാലിറ്റി ആയിരിക്കും. ഇപ്പോൾ എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട്, അഡ്വഞ്ചറസ്. അപ്പോൾ എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ അതായത് അവർ ഇങ്ങനെ ട്രിപ്പ്, പാർട്ടി ഇങ്ങനെയൊക്കെ പോകുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ അവർക്ക് അതുമായി ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സും. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ ഓൺലൈൻ ക്ലാസ്, പുസ്തകങ്ങൾ, അവർക്ക് ഇതുമായിട്ടുള്ള പ്രൊഡക്ട്സും. അഡ്വഞ്ചറസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സാഹസികത ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൊഡക്ട്സും എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ചെയ്യുമ്പോൾ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു പോയിന്റ് ബിലീഫ് ആൻഡ് വാല്യൂസ്. അത് ഓരോ കസ്റ്റമേഴ്സിനും ഒരു വിശ്വാസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയല്ല, അവരുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാക്കുന്നു. അപ്പോൾ അതുമായി ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് അവർക്ക് സെഗ്മെൻറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷുഗർ ഫ്രീ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഓർഗാനിക് പ്രൊഡക്ട്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് സൈക്കോഗ്രാഫിക് ആയിട്ട് മാർക്കറ്റിനെ സെഗ്മെൻറ്റേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ബിഹേവിയറൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനാണ്. ഇവിടെ ഓരോ കസ്റ്റമേഴ്സും എങ്ങനെ വാങ്ങുന്നു, അവരുടെ താല്പര്യങ്ങൾ, അവർ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ എന്ത് ഗുണമാണ് നോക്കുന്നത് എന്നതിൻ്റെ മേലിലാണ് ഇവിടെ ഒരു മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്നത് യൂസേജ് റേറ്റ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് പല കസ്റ്റമേഴ്സും പല രീതിയിലോട്ടാണ് യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹയർ യൂസേജ് ഉണ്ടാകും. അതായത് ഒരു പ്രൊഡക്റ്റ് കൂടുതൽ തവണ ഉപയോഗിക്കുന്നവരുണ്ടാകും. ഇപ്പം വാട്സപ്പ് ആണെങ്കിൽ ഒരു ദിവസം ഒരു കസ്റ്റമർ കുറേ പ്രാവശ്യം തുറന്ന് നോക്കും, അല്ലെങ്കിൽ ആ ബുക്ക് ഒരു ദിവസം കുറേ പ്രാവശ്യം ഇരുന്ന് വായിക്കും. പിന്നെ വരുന്നത് മീഡിയം യൂസേജ് ആണ്. അതായത് ഹയറിൻ്റെ അത്രക്ക് വരില്ല, ഒരു മീഡിയം ലെവലിൽ. പിന്നെ ലോവർ യൂസേജ് ആണ്, അതായത് വളരെ ചെറിയ സമയം മാത്രം അത് യൂസ് ചെയ്യുന്നുള്ളൂ. ദെൻ ബ്രാൻഡ് ലോയാലിറ്റി. അതായത് ഇവിടെ പല കസ്റ്റമേഴ്സും ആ ഒരു ബ്രാൻഡ് ഒരൊറ്റ പ്രൊഡക്റ്റ് എത്തുമ്പോൾ തന്നെ സ്റ്റക്കായി നിൽക്കാം. ആ ഒരു ബ്രാൻഡിനോടുള്ള വിശ്വാസം കാരണം എന്ത് ചെയ്യുന്നു, ആ ഒരു ബ്രാൻഡ് മാത്രം അവർ യൂസ് ചെയ്യുന്നു. അതിൽ സ്വിച്ചേഴ്സ് ഉണ്ടാകുന്നു. അതായത് മറ്റൊരു ബ്രാൻഡിലോട്ട് സ്വിച്ച് ചെയ്യുന്ന ആളുകൾ. ഇപ്പോൾ ഒരു ഓഫർ വരികയാണ്, എയർടെൽ സിം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ ജിയോ സിമ്മിൻ്റെ എന്തെങ്കിലും ഓഫർ വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അതിലോട്ട് മാറുന്നു, ജിയോയിലോട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു കമ്പനിക്കാരെന്ത് ചെയ്യുന്നു, ഈ എയർടെല്ലിൽ റിവാർഡുകൾ വെക്കുന്നു. അങ്ങനെ പല പല അവർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല പല കാര്യങ്ങൾ വെക്കുന്നു. അപ്പോൾ ബ്രാൻഡ് ലോയാലിറ്റിയിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് ബെനിഫിറ്റ് സോർട്ട്. അതായത് പല കസ്റ്റമേഴ്സും ഒരൊറ്റ പ്രൊഡക്റ്റിൻ്റെ മേലിൽ പല പല ബെനിഫിറ്റ് നോക്കിയിട്ടായിരിക്കും മേ ബി ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുക. ഇപ്പോൾ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ അതിൻ്റെ വില നോക്കിയിട്ടാണെങ്കിൽ
മറ്റൊരു കസ്റ്റമർ അതിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ ആ ഒരു ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്താൽ പല്ല് വെളുക്കും എന്നുള്ളൊരു ഗുണം നോക്കിയിട്ടായിരിക്കും, ചിലവർ അതിൻ്റെ ബ്രാൻഡ് നോക്കിയിട്ടായിരിക്കും. ഇങ്ങനെ പല പല കസ്റ്റമേഴ്സ് ഒരൊറ്റ പ്രൊഡക്റ്റിൻ്റെ മേലിൽ അവരത് വാങ്ങാൻ ഇൻഫ്ലുവൻസ് ആണത് പല പല റീസൺസ് കൊണ്ടായിരിക്കാം. ദെൻ ഒക്കേഷൻസ്, അതായത് പല സീസണിലും പല പല പ്രൊഡക്ട്സും ആയിരിക്കും വിറ്റുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു വാലൻറ്റൈൻസ് ഡേൻ്റെ ഒക്കെ ടൈമാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ കാഡ്ബറി ചോക്ലേറ്റ്സ് ഒക്കെ അധികം വിറ്റ് പോകുന്ന ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇവർ ഈ കാഡ്ബറിൻ്റെ പരസ്യങ്ങൾ കൂടുതലായിട്ട് ഇറക്കും. കാരണം എന്താണ്, ആ സീസണിലാണ് ചോക്ലേറ്റ്സ് ഒക്കെ വിറ്റ് പോവുക. അപ്പോൾ ഓരോരോ സീസണിൽ ഓരോരോ പ്രൊഡക്ട്സിനായിരിക്കും ഇവർ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ബേസിക് ആയിട്ട് വരുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ. നെക്സ്റ്റ്, സ്റ്റെപ്സ് ഇൻ ദ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അതായത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ചെയ്യാൻ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദ മാർക്കറ്റ്. അതായത് ഫസ്റ്റ് നമ്മൾ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, മാർക്കറ്റിൽ ഏതൊക്കെ കസ്റ്റമേഴ്സാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, ഓരോ കസ്റ്റമേഴ്സിനെയും ഫോക്കസ് ചെയ്യാം. എന്നിട്ട് സെഗ്മെൻറ്റ് ദ മാർക്കറ്റ്. അതിന് ശേഷം ഓരോ കസ്റ്റമേഴ്സിനെയും മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുക, അതായത് ഡിവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ജെൻസ് വേറൊന്ന്, ലേഡീസ് കുട്ടികൾ, അങ്ങനെ പലരും വേറെ വേറെ ആക്കി സെഗ്മെൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇവാലുവേറ്റ് സെഗ്മെൻറ്റ്. എന്ത് ചെയ്യുക, ഇതിൽ ഏത് സെഗ്മെൻറ്റിലാണ് നമുക്ക് കൂടുതൽ ലാഭം കിട്ടുക എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ലേഡീസിൻ്റെ ആണെങ്കിൽ ലേഡീസിൻ്റെത്, അല്ലെങ്കിൽ ജെൻസിൻ്റെ ആണെങ്കിൽ ജെൻസിൻ്റെത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ റോളക്സ് വാച്ച് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള വാച്ചാണ്. ഇത് നമ്മളെന്താണ്, അത്യാവശ്യം ലക്ഷറി ആയിട്ട് നിൽക്കുന്ന പ്രീമിയം ലെവലിലുള്ള കസ്റ്റമേഴ്സിന് മാത്രമേ ഫോക്കസ് ചെയ്യണുള്ളൂ, മിഡിൽ ലെവലിലുള്ള വ്യക്തികളെ ഫോക്കസ് ചെയ്യണില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഓരോരോ സെഗ്മെൻറ്റേഷൻ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ടാർഗറ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ റോളക്സിനാണെങ്കിൽ പ്രീമിയം കസ്റ്റമേഴ്സിനാണെങ്കിൽ പ്രീമിയം കസ്റ്റമേഴ്സിനെ, അല്ലെങ്കിൽ മിഡിൽ കസ്റ്റമേഴ്സിനാണെങ്കിൽ മിഡിൽ കസ്റ്റമേഴ്സിനെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെഗ്മെൻറ്റേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം പൊസിഷൻ യുവർ പ്രൊഡക്റ്റ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിലൊരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക ത്രൂ അഡ്വർടൈസ്മെൻറ്റിലൂടെ. ഇപ്പോൾ നെയ്ക്ക് എന്ന് പറയുമ്പോൾ സ്പോർട്സ് ഷൂ ആണ്, ഇപ്പോൾ ഈ റോളക്സ് പറയുന്നത് ലക്ഷറി ആയിട്ടുള്ളൊരു വാച്ചാണ്, ആഡംബര വാച്ചാണ്. അങ്ങനെ ഈ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഇമേജ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അത് അഡ്വർടൈസ്മെൻറ്റ് മുഖേനയും പല രീതിക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ സ്റ്റെപ്സുകളായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആണ്. അതിൽ ഈസിയർ ടു മീറ്റ് കസ്റ്റമർ നീഡ്സ്. അതായത് ഈ മാർക്കറ്റ് ഇങ്ങനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഓരോ ഗ്രൂപ്പുകളിലുള്ള കസ്റ്റമേഴ്സിൻ്റെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഹയർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോയാലിറ്റി. ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് കമ്പനിക്ക് കസ്റ്റമേഴ്സിനോടൊരു ലോയാലിറ്റി ഉണ്ടാക്കും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് അവർക്ക് നീഡായിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും ആ ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങുക. അപ്പോൾ അവർക്ക് കസ്റ്റമേഴ്സിന് ഹയർ സാറ്റിസ്ഫാക്ഷനും കിട്ടും, അതുപോലെ തന്നെ ആ ഒരു ബ്രാൻഡിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ദെൻ മോർ ഫോക്കസ്ഡ് മാർക്കറ്റിംഗ് കമ്പെയിൻസ്. അതായത് മാർക്കറ്റ് ഇങ്ങനെ സെഗ്മെൻറ്റ് ചെയ്യണ വഴി ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഏത് കസ്റ്റമേഴ്സിനാണോ വേണ്ടത് അവരിലോട്ട് തന്നെ ഇത് ആഡായിട്ട് പോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ബേബി പ്രൊഡക്ട്സ് വേണ്ട കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്തിട്ട് അവരിലോട്ട് മാത്രം ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോകും. ഇങ്ങനെ ആകുമ്പോൾ ആ ഒരു റിസോഴ്സ് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. നെക്സ്റ്റ് ഒരു പോയിന്റ്, ബെറ്റർ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അതായത് ഇപ്പോൾ ഓരോ ഗ്രൂപ്പിലുള്ള കസ്റ്റമേഴ്സിൻ്റെ പ്രൊഡക്റ്റും ഇവരുടെ ആവശ്യപ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ദെൻ ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. അതായത് നമ്മൾ ഓരോ ഗ്രൂപ്പിനെയും അടിസ്ഥാനമാക്കിയിട്ട് ആ ഒരു കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കമ്പനിക്കായിക്കോട്ടെ കസ്റ്റമേഴ്സിനായിക്കോട്ടെ നല്ലതാണ്. അതുപോലെ തന്നെ കമ്പനീൻ്റെ ബേസ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് പ്രോഫിറ്റബിലിറ്റി കൂടും. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യണ വഴി ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ടാർഗറ്റിംഗ്. അതായത് ഒരു മാർക്കറ്റിനെ പല പല സെഗ്മെൻ്റ് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ കമ്പനികളും അവരുടെ സേവനം ഏത് സെഗ്മെൻറ്റിനാണ് കൊടുക്കേണ്ടത് എന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി ഏത് സെഗ്മെൻറ്റിനാണ് തിരഞ്ഞെടുക്കുന്നത്, ഏത് കസ്റ്റമേഴ്സിനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനുള്ള ഒരു ഉത്തരമാണ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രോസസ്സാണ്.
ഇവാലുവേറ്റ് ദ സെഗ്മെൻറ്റ്, അതായത് മാർക്കറ്റിനെ പല പല സെഗ്മെൻ്റ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിൽ ആ എല്ലാ ഗ്രൂപ്പുകളെയും ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഒരു ഷൂ ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ കുട്ടികൾ ഇത്രത്തോളം, വലിയവർ ഇത്ര സംഖ്യയുണ്ട്, അപ്പോൾ ഇവർക്കായിരിക്കും കൂടുതൽ വേണ്ടത്. പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വരും. അപ്പോൾ ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവിടെയുള്ള വലിയ ആളുകളെയും അതുപോലെ തന്നെ ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ജനസംഖ്യയിൽ കുട്ടികളെക്കാൾ കൂടുതൽ വലിയവരാണുള്ളത്. അപ്പോൾ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ടാർഗറ്റ് സെഗ്മെൻറ്റ്, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യാണ്, അവർക്ക് ഏത് സെഗ്മെൻറ്റ് സെലക്ട് ചെയ്താലാണ് അവരുടെ ടാർഗറ്റിലോട്ട് എത്തുക, അവർക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള ഒരു ഇവാലുവേഷൻ ചെയ്തതിന് ശേഷം അങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഇതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിലെ ടാർഗറ്റിങ്ങിൻ്റെ പ്രോസസ്സ്. നെക്സ്റ്റ് ഇതിൻ്റെ സ്ട്രാറ്റജീസ് ആണ് ടാർഗറ്റിങ്ങിൻ്റെ. ഫസ്റ്റ് അൺഡിഫറൻറ്റിയേറ്റഡ് ടാർഗറ്റിംഗ്, അതായത് മാസ് മാർക്കറ്റിംഗ് ആണ്. ഇവിടെ എല്ലാ കസ്റ്റമേഴ്സിനും, അതായത് പല പല സെഗ്മെൻറ്റേഷൻ ഒന്നുമില്ല, അവിടെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപോലെ ഫോക്കസ് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഉപ്പ്, പഞ്ചസാര, വെജിറ്റബിൾസ്, ഇതൊക്കെ എല്ലാ കസ്റ്റമേഴ്സിനും എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഡിഫറൻറ്റിയേറ്റഡ് ടാർഗറ്റിങ്, ഇവിടെ അറിയുമ്പോൾ ഇവിടെ ഓരോ സെഗ്മെൻറ്റിനെ പല പലതായിട്ട് ഡിഫറൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ എന്താണ്, എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല, എല്ലാ കസ്റ്റമേഴ്സിനെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഓരോ സെഗ്മെൻറ്റിനെ, ഓരോ ഗ്രൂപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ സാംസങ്ങിൻ്റെ രീതിക്കുള്ള ഫോണാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാംസങ് ഫോൺ അവരുടെ കമ്പനിയിൽ അവൈലബിൾ ആണ്. പ്രൊഫഷണൽസിന് അവരുടെ സാംസങ് ഫോണിൽ ഏറ്റവും പ്രീമിയം അവൈലബിൾ ആണ്. അങ്ങനെ ഓരോ ബ്രാൻഡിലും ഓരോ ഗ്രൂപ്പിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ തേർഡ് വൺ കോൺസെൻട്രേറ്റഡ്, അതായത് നിച്ചി മാർക്കറ്റിംഗ്. ഒരു പ്രത്യേക സെഗ്മെൻറ്റിൽ മാത്രമേ ഇവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ, ഈ റോളക്സ് വാച്ച് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ലക്ഷറി വാച്ചാണ്. അപ്പോൾ അവിടെ എല്ലാ സെഗ്മെൻറ്റിനെയും അവർ ഫോക്കസ് ചെയ്യുന്നില്ല. അത്യാവശ്യം ഹൈ ലെവലിൽ ഇൻകം ഏൺ ചെയ്യുന്ന സെഗ്മെൻറ്റിൽ മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതാണ് നിച്ചി മാർക്കറ്റിംഗ്. ദെൻ ലാസ്റ്റ് മൈക്രോ മാർക്കറ്റിംഗ്. ഇവിടെ ഒന്നെങ്കിൽ ഒരു വ്യക്തിയെ മാത്രം അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ആമസോൺ റെക്കമെൻഡേഷൻസ്, അതായത് നമ്മൾ ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഓൾറെഡി പ്രൊഡക്റ്റ് വാങ്ങിയ വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു, വാങ്ങിയ പ്രൊഡക്റ്റിൽ നിന്നും കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് അവർ ഉണ്ടാക്കി കൊടുക്കും. അതായത് വേറൊരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അവരൊരു പ്രൊഡക്റ്റ് വാങ്ങിയെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അവർ ഈ ഒരു ആമസോൺ ആപ്പൊക്കെ എങ്ങനെ ഇടും, റെക്കമെൻഡേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ. അതാണ് ഈ ഒരു മാർക്കറ്റിംഗ്, അതായത് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ടാർഗറ്റ് ചെയ്യാൻ അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ്. നെക്സ്റ്റ് ടോപ്പിക്ക് തിങ്സ് ടു കൺസിഡർ ഇൻ മാർക്കറ്റ് ടാർഗറ്റിംഗ്. അതായത് നമ്മൾ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. ഫസ്റ്റ് സെഗ്മെൻറ്റ്, സെയിൽസ് ആൻഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ. അതായത് നമ്മൾ മാർക്കറ്റിനെ ഓരോരോ സെഗ്മെൻറ്റായി ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ എത്രത്തോളം കസ്റ്റമേഴ്സ് വരും, എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഭാവിയിൽ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യകത കൂടുമോ, ഭാവിയിൽ ഒരു കമ്പനി വളരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കണം. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് കൂടുതൽ കസ്റ്റമേഴ്സും ചൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ കമ്പനികൾ കൂടുതൽ ഇത്തരം മാർക്കറ്റുമായി അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒന്നാമത്. നെക്സ്റ്റ് പോയിന്റ്, സെഗ്മെൻറ്റ് ആക്സസബിലിറ്റി. അതായത് ഇപ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യണം, ഈ കസ്റ്റമേഴ്സിലോട്ട് അവരുടെ പ്രൊഡക്ട്സ് പെട്ടെന്ന് എന്ത് ചെയ്യണം, അവരിലോട്ട് എത്തിക്കാൻ കഴിയണം. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനാണ് കമ്പനിക്കാർ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ യൂട്യൂബ്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, അങ്ങനത്തെ സോഷ്യൽ മീഡിയ വഴി അവർ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രീതിക്ക് അവർ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഇത്തരം കോളേജ് സ്റ്റുഡൻസൊക്കെ കാണാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏത് ഗ്രൂപ്പിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഗ്രൂപ്പിനെ അവരിലോട്ട് ഈ കാര്യങ്ങൾ നമ്മൾ എത്തിക്കണം, ആക്സസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കണം. നെക്സ്റ്റ് ഒരു പോയിന്റ്, സെഗ്മെൻറ്റ് പ്രോഫിറ്റബിലിറ്റി. ഇവിടെ ഏത് സെഗ്മെൻറ്റിലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക, അതായത് ഏത് സെഗ്മെൻറ്റിൽ ഫോക്കസ് ചെയ്താലാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളത് നോക്കിയിട്ട് അവിടെ നമ്മൾ ചൂസ് ചെയ്യാം. നെക്സ്റ്റ് കോമ്പറ്റേറ്റീവ് ഇൻറ്റൻസിറ്റി. ഇവിടെ ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ,
ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റ്, ഇപ്പോൾ ഈ പെപ്സി, കൊക്കക്കോള ഇങ്ങനെ പല പല ഡ്രിങ്ക്സുകളുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഈ ഡ്രിങ്ക്സുകളെ കോമ്പറ്റേറ്റീവ് കൂടുതലായി നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം കൂടുതലായി നിൽക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വേറൊരു മാർക്കറ്റ്, വേറൊരു കമ്പനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിക്കാണ്ട് ഇൻക്ലൂഡ് ആവാൻ വളരെ ടാസ്ക്കാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടത്? അതായത് ഇപ്പം മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണ്, കോമ്പറ്റീറ്റീവ് എന്താണ് അവസ്ഥ, കസ്റ്റമേഴ്സിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഓരോ കമ്പനിക്കാരുടെ ഇടയിൽ ശക്തമായ മത്സരം ഉണ്ടോ, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അവർ നോക്കുന്നത്, കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. ദെൻ ഫിറ്റ് വിത്ത് കമ്പനി ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിസോഴ്സസ്. അതായത് നമ്മൾ ടാർഗറ്റിങ് കമ്പനിയുടെ ലക്ഷ്യങ്ങളൊക്കെയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒത്തുപോകുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അതുപോലെ തന്നെ കമ്പനിക്ക് പണം, കഴിവ്, സൗകര്യങ്ങൾ ഇതൊക്കെ ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ചെറിയ കമ്പനി ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം പ്രൊഡക്റ്റ് ഉത്ഭവിക്കാൻ പാടില്ല. മറിച്ച് ഫസ്റ്റ് നമ്മൾ കേരളം മാത്രം എടുത്തതിന് ശേഷം അതിൽ നിന്ന് ലാഭങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് കൺസിഡർ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വലിയ വലിയ സ്ഥലങ്ങളിലോട്ട് പോകാൻ പാടുള്ളൂ. ദെൻ നെക്സ്റ്റ് ഒരു പോയിന്റ്, സ്റ്റെബിലിറ്റി റിസ്ക്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം എന്ത്, ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഓരോരോ സെഗ്മെൻറ്റായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ ആളുകളെ. അപ്പോൾ ഈ സെഗ്മെൻറ്റിൻ്റെ ഉള്ളിലെ ആളുകൾക്ക് അവരുടെ ഇഷ്ടങ്ങളൊക്കെ പെട്ടെന്ന് മാറും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓരോ ട്രെൻഡുകൾ വരുന്ന സമയത്ത് അവരതിൽ നിന്നും ആ ഒരു സെഗ്മെൻറ്റിൽ നിന്നും വേറെ സെഗ്മെൻറ്റിലോട്ട് പോകുമോ, പിന്നെ എന്തൊക്കെ റിസ്ക്കുകളാണ് വരാനിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഓൾറെഡി മനസ്സിലാക്കണം, ഈ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കണം. ഒരു എക്സാമ്പിൾ, ഈ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടികൾക്ക് കളിക്കുന്നൊരു കളിപ്പാടുണ്ടായിരുന്നു പണ്ട്. അത് അന്നത്തെ കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പിന്നെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങൽ ആളുകൾ കുറഞ്ഞു വന്നു. അപ്പോൾ നമ്മൾ റിസ്ക്കുകൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, കസ്റ്റമർ നീഡ്സ് ആൻഡ് കമ്പാറ്റബിലിറ്റി. അതായത് ടാർഗറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കാൻ കഴിയുമോ, അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ആ പ്രൊഡക്റ്റിൽ അവരുദ്ദേശിച്ച ആ ബെനിഫിറ്റ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ കസ്റ്റമേഴ്സിന് ഓർഗാനിക് ഫുഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അവർ ഉറപ്പാക്കണം. നെക്സ്റ്റ് ഒരു പോയിന്റ്, പൊട്ടൻഷ്യൽ ഫോർ ലോങ് ടേം റിലേഷൻഷിപ്പ്. അതായത് ഇവർ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് വീണ്ടും വാങ്ങുമോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു വ്യക്തി ഒരു ആപ്പിളിൻ്റെ ഫോണാണ് യൂസ് ചെയ്യുന്നത് െങ്കിൽ ആപ്പിളിൻ്റെ എയർപോഡ്, അതുപോലെ തന്നെ ആപ്പിളിൻ്റെ മാക്ബുക്ക് ഇതൊക്കെ വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്, ആ ഒരു പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് പോയിന്റ് റെസ്പോൺസീവ്നെസ്. അതായത് മാർക്കറ്റിംഗായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ കസ്റ്റമേഴ്സ് കൂടുതൽ പ്രതികരിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരു വ്യക്തി അവിടെ വല്ല മാർക്കറ്റിംഗ് ആഡ്സ് വരുമ്പോൾ അത് അവർക്ക് കൂടുതൽ ഫലം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടാർഗറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് പൊസിഷനിങ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു കമ്പനി അവരുണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതായത് മാർക്കറ്റിൽ പല പല കമ്പനികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പല പല കമ്പനികളിൽ നിന്നും ഇവരുടെ പ്രൊഡക്റ്റ് എങ്ങനെ മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആകുന്നു എന്നുള്ളത് കസ്റ്റമേഴ്സ് നമ്മൾ ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ പൊസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പനിക്കാർ എന്ത് ചെയ്യുന്നു, ഒരു പൊസിഷനിങ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്, അതായത് ഫസ്റ്റ് ഇതൊരു പ്രത്യേക കസ്റ്റമേഴ്സിന് വേണ്ടി, അതായത് നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു പ്രത്യേക കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ ടാർഗറ്റ് സെഗ്മെൻറ്റ്, അതിനുശേഷം നമ്മളുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് കൊടുക്കും. അതിനുശേഷം നമ്മൾ ബ്രാൻഡിൻ്റെ ബെനഫിറ്റ്, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുള്ള ബെനഫിറ്റ് എന്താണെന്നുള്ളത് കീ പോയിൻറ്റ്സ് ആയിട്ട് കൊടുക്കും. ആഫ്റ്റർ ദാറ്റ് ഇതെങ്ങനെ മറ്റുള്ള കമ്പനിയിലെ പ്രൊഡക്ട്സുമായിട്ട് ഡിഫറെൻ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതും അവിടെ കൊടുക്കും, റീസൺ വൈ. ഇങ്ങനെയാണ് ഒരു പൊസിഷനിങ് സ്റ്റേറ്റ്മെൻറ്റ് അവർ നടത്തുന്നത്. ദെൻ പൊസിഷനിങ് ചെയ്യാനുള്ള ടെക്നിക്സുകൾ, ആട്രിബ്യൂട്ട്സ് ഓർ ബെനഫിറ്റ്സ്. അതായത് ഇവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇവർ ബെനഫിറ്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് എടുത്ത് പറയാം, എന്താണ് ഇതിൻ്റെ ഗുണം എന്നുള്ളത് എടുത്ത് പറയാം. ദെൻ നെക്സ്റ്റ് യൂസേജ് ഒക്കേഷൻസ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഏതൊക്കെ ടൈമിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എടുത്ത് പറയാം. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ആവശ്യക്കാർ പെട്ടെന്ന് ഫോക്കസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് എഗെയിൻസ്റ്റ് കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് സിമിലറായിട്ട് വേറെ പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രാൻഡുമായിട്ട് എങ്ങനെ നമ്മുടെ ബ്രാൻഡ് ഡിഫറെൻ്റ് ചെയ്ത് നിൽക്കുന്നു എന്നതിനുള്ള കീ പോയിൻറ്റ്സ് കൊടുക്കാം. ഇങ്ങനെയാണ് ടെക്നിക്സുകൾ. പൊസിഷനിങ്ങിനൊരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ വോൾവോ കാറ്. അതായത്
നമ്മുടെ ഈ ഒരു വോൾവോ കാർ എന്ന് പറയുമ്പോൾ ലക്ഷറി ബേസിലോ അല്ലെങ്കിൽ ഇതുപോലെ പ്രീമിയം ആയിട്ടുള്ള ഇൻകം ബേസ്ഡായിട്ടുള്ള ആളുകളെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. ഈ വോൾവോ കാറ് നമ്മുടെ സാധാ കസ്റ്റമേഴ്സിലോട്ട് ഇതെങ്ങനെ അവരുടെ മനസ്സിൽ ഇമേജ് കൊള്ളുകയെന്ന് വെച്ചാൽ അത്യാവശ്യം ഇൻകം ഉള്ള ആൾക്കാർക്ക് മാത്രം അങ്ങനെയല്ല, മറിച്ച് ഇതൊരു സേഫ്റ്റി തരും. ഈ വോൾവോ കാർ എന്ന് പറഞ്ഞ സേഫ്റ്റി തരുന്നൊരു വാഹനമായതുകൊണ്ട് ഇങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഇമേജ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇത് അത്യാവശ്യം ഇൻകം ഉള്ളവർക്ക് പറ്റുന്ന കാറാണെന്നോ ആഡംബര കാറാണെന്നോ ഒന്നുമല്ല, മറിച്ച് സേഫ്റ്റി തരുന്നൊരു കാർ. ആ ഒരു രീതിയിലോട്ടാണ് ഈ ഒരു ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ഉള്ളിൽ ഇതിൻ്റെ കമ്പനിക്കാർ ഇമേജ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനാണ് പൊസിഷനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലെവൽസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. മാർക്കറ്റിനെ പല രീതിക്ക് ലെവൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, മാസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അൺഡിഫറൻറ്റിയേറ്റഡ് മാർക്കറ്റിംഗ്. ഇവിടെ ഇതിലൊരു മീനിങ് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരേപോലെ ഫോക്കസ് ചെയ്തിട്ട് എല്ലാവർക്കും കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സാണ് ഇവിടെ കമ്പനിക്കാർ ഇറക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഇന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇന്ന സെഗ്മെൻറ്റ് ഒന്നൊന്നും ചെയ്യാതെ എല്ലാവർക്കും കോമൺ ആയിക്കാണ്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സാണ് ഇവിടെ ഇറക്കുന്നത്. ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കോസ്റ്റ് വളരെ കുറയും. അതായത് പരസ്യം ചെയ്യുകയാണെങ്കിലും, പരസ്യം തരുമ്പോൾ ഇവിടെ എല്ലാ കസ്റ്റമേഴ്സിനെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ പരസ്യം കാണുന്നു. പരസ്യം ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ പ്രൊഡക്ട്സ് ഇത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യും, കോസ്റ്റ് വളരെ കുറഞ്ഞിട്ടാണ് കിട്ടുക, മറിച്ച് പ്രോഫിറ്റ് കൂടുകയും ചെയ്യും. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഇത്തരം പ്രൊഡക്ട്സ് മേക്ക് ചെയ്ത് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ ആഡ്സ് യൂസ് ചെയ്യും. ഇത് കോമൺലി എല്ലാവർക്കും ഒരേപോലെ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റ് ആയത് കാരണം തന്നെ ഇത് പെട്ടെന്ന് എല്ലാവരിലോട്ടും എത്തിച്ചേരുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ആക്കുകയാണെങ്കിലും സെഗ്മെൻറ്റ് ആക്കില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഓരോ വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ഇതില്ല. ഇതിനൊരു ഉദാഹരണം പറയാനുണ്ടെങ്കിൽ എക്സാമ്പിൾ നമുക്ക് ടൂത്ത് പേസ്റ്റ് കോൾഗേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവനോ പണക്കാരനോ അങ്ങനെ ഡിഫറൻറ്റ് ഇല്ല, എല്ലാവർക്കും പല്ല് തേക്കണമെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ അവരെന്താണ് എല്ലാവരെയും കോമൺലി എല്ലാവരെയും നോക്കിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാതെ പാവപ്പെട്ടവന് ഇന്ന പേസ്റ്റ് പണക്കാരൻ ഇത്ര പേസ്റ്റ് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഒരേപോലത്തെ പ്രൊഡക്റ്റാണ് മേക്ക് ചെയ്യണത്. ഇതാണ് മാസ് മാർക്കറ്റിംഗ്. രണ്ടാമത്തെ ലെവലാണ് സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് ഓർ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്. ഇവിടെ മാർക്കറ്റിനെ പല പല സെഗ്മെൻറ്റായി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെഗ്മെൻറ്റുകളിലെയും ആളുകൾക്ക് അവർക്ക് എന്താണോ താല്പര്യം, അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, പ്രൊഡക്ട്സ് കമ്പനികൾ മേക്ക് ചെയ്യാണ്. അതായത് ഓരോ ഗ്രൂപ്പിലെയും ആളുകളുടെ ഇൻകം, പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് കമ്പനിക്കാർ നിർമ്മിക്കുന്നു. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് അവർ സാറ്റിസ്ഫൈ ചെയ്യുക, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയെടുത്തിട്ട് അത്തരം പ്രൊഡക്ട്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ ഗ്രൂപ്പിലുള്ള വ്യക്തികൾക്കും ഓരോരോ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരുടെ നീഡ്സ് കമ്പനി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പല ഗ്രൂപ്പിലും പല പല പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചിലവ് കൂടും. അതുപോലെ തന്നെ ഇപ്പം ഓരോ കാറ്റഗറിയെ അടിസ്ഥാനമാക്കിയിട്ട് പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് അത് അവരിലോട്ട് എത്തിക്കണം. ത്രൂ അഡ്വർടൈസ്മെൻറ്റ് വഴി എത്തിക്കുമ്പോൾ അവിടെ കൂടുതൽ ചിലവ് വരികയാണ് ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ഈ ടൊയോട്ടോ കമ്പനി പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊറോള പറഞ്ഞ വണ്ടി ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ലക്ഷറി ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ലെക്സസ് ലക്ഷറി എന്ന കാർ ബ്രാൻഡ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എക്കോ ഫ്രണ്ട്ലി ബേസ്ഡ് വണ്ടികൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഒരു കമ്പനി പല കാറ്റഗറിനെ ഫോക്കസ് ചെയ്തിട്ടും എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് ഒരു ലെവലാണ് നിച്ചി മാർക്കറ്റിംഗ്, കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു വലിയൊരു മാർക്കറ്റിൽ ഒരു ചെറിയ ഒരു മാർക്കറ്റ് ആയിരിക്കും ഇവരുടേത്. ഇവർ മേ ബി ഒന്നെങ്കിൽ ഒരു പേഴ്സണ് അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടം കസ്റ്റമേഴ്സിനെ മാത്രമാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു ചെറിയ കൂട്ടം കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മാത്രമാണ് ഇവർ എന്ത് ചെയ്യുന്നത്, നിറവേറ്റി സാറ്റിസ്ഫൈ ആക്കി കൊടുക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ആ ഒരു ചെറിയ
മാർക്കറ്റിൽ ഇവരാണ് ഇവിടുത്തെ രാജാവ്, ഇവരാവണം ഇവിടുത്തെ രാജാവ്, ഇതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു മാർക്കറ്റിൽ ഇവർ മാത്രമേ മേ ബി കോമ്പറ്റേറ്റീവ് സൈറ്റ്, അതായത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ബേസിലുള്ള കമ്പനി ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ കൂട്ടം കസ്റ്റമേഴ്സ് എല്ലാവരും ഈ ഒരു ബ്രാൻഡിനെ ആശ്രയിക്കും, അതുപോലെ തന്നെ ബ്രാൻഡ് നല്ല രീതിക്ക് വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു മാർക്കറ്റ് ആയത് കാരണം മേ ബി എന്തെങ്കിലും റിസ്കുകളൊക്കെ വന്ന് ആ ഒരു കമ്പനി തകരാനുള്ള ചാൻസുകൾ, ലോസുകൾ ഉണ്ടെങ്കിൽ അത് ആ ഒരു കമ്പനി ഒറ്റയ്ക്ക് തന്നെ നോക്കേണ്ടി വരും. അതുമാത്രമല്ല പുതിയ എതിരാളികൾ വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി അത് ആ ഒരു മാർക്കറ്റിന് ലാഭം ഉണ്ടാക്കാനുള്ള ചാൻസും ഇല്ല. ഇതിനൊരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ റോളക്സ് വാച്ച്. ഈ ഒരു വാച്ച് എന്ന് പറയുമ്പോൾ വളരെ ആഡംബരം ആഡംബര ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ആഡംബരമായി കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബ്രാൻഡാണ് റോളക്സിൻ്റെത്. അപ്പോൾ ഇതാണൊരു എക്സാമ്പിൾ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് ലെവലാണ് മൈക്രോ മാർക്കറ്റിംഗ്. ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഒന്നെങ്കിൽ ഒരു വ്യക്തിക്ക് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രദേശം മൊത്തത്തിൽ അനുസരിച്ചിട്ടോ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് മാറ്റുന്നൊരു രീതിയാണ് ഏത് മൈക്രോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് രണ്ട് രീതിക്കുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ലോക്കൽ മാർക്കറ്റിംഗ്. ലോക്കൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു നഗരത്തിലൊരു പ്രദേശം, ആ പ്രദേശം മൊത്തത്തിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റുന്ന രീതി. ഫോർ എക്സാമ്പിൾ സ്റ്റാർബക്സ്. ഇവിടെ ആ ഒരു നഗരത്തിലെ എല്ലാ ജനങ്ങളുടെയും ടേസ്റ്റ്, ഇഷ്ടങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു, അവിടെ അവരുടെ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുന്ന ഒരു രീതിയാണത്. ഇനി രണ്ടാമത്തത് ഇൻഡിവിജ്വൽ മാർക്കറ്റിംഗ്. ഇവിടെ ഒരു വ്യക്തിയെ അടിസ്ഥാനമാക്കി മാത്രം മാറ്റുക. ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ്. അതായത് ഈ ഒരു വ്യക്തി നെറ്റ്ഫ്ലിക്സിൽ കാണുന്ന സിനിമ ഏത് തീമാണോ അതിനനുസരിച്ചിട്ടുള്ള സിനിമകളായിരിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ ഹോം പേജിൽ വരിക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ആ ഒരു ഒറ്റ ഇൻഡിവിജ്വൽ പേഴ്സണെ ആസ്പദമാക്കി മാത്രം ഇതിൽ മാറ്റം വരുത്തുന്നത്. ലോക്കൽ എന്ന് പറയുമ്പോൾ ആ നാട്ടിലുള്ള എല്ലാവരുടെയും ഇഷ്ടങ്ങൾ മനസ്സിലാക്കി മാറ്റം വരുത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് മാർക്കറ്റിൻ്റെ 4 ലെവൽസ്. നെക്സ്റ്റ് പാറ്റേൺസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അതായത് കമ്പനികൾ അവരുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെ സെഗ്മെൻറ്റുകളായി തിരിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്നു എന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സിംഗിൾ സെഗ്മെൻറ്റ് കോൺസെൻട്രേഷൻ. ഇവിടെ കമ്പനിക്കാർ ഒരൊറ്റ വിഭാഗക്കാരെ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരൊറ്റ വിഭാഗക്കാരെ കുറച്ച് വ്യക്തികൾ മാത്രമേ ഇവർ എന്ത് ചെയ്യണുള്ളൂ, ലക്ഷ്യം വെക്കണുള്ളൂ. അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സാണ് ഇവർ എന്ത് ചെയ്യണത്, പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മാർക്കറ്റിനെ മാത്രമേ ഇവർ ഫോക്കസ് ചെയ്യണുള്ളൂ. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ കസ്റ്റമേഴ്സിന് ബ്രാൻഡിനോടൊരു ലോയാലിറ്റി, വിശ്വസ്തത ഉണ്ടാക്കും. പക്ഷേ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തെങ്കിലും റിസ്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവരെന്നെ ഏറ്റെടുക്കേണ്ടി വരും. നഷ്ടങ്ങളുണ്ടെങ്കിൽ സ്വന്തം ഇവരെന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഏറ്റെടുക്കേണ്ടി വരും. ഇതിനൊരു ഉദാഹരണം പറയാനുണ്ടെങ്കിൽ ഫെറാറി കാറ്. ഇത്തരം കാറുകൾ ലക്ഷറി ആയിട്ടുള്ള പ്രീമിയം ഇൻകം ഉള്ളവർ മാത്രമേ ഇത്തരം കാറുകൾ ചൂസ് ചെയ്യുള്ളൂ. ഇവരെ മാത്രം, ഇത്തരം ലക്ഷറി ഐറ്റംസ് വാങ്ങുന്നവരെ മാത്രമാണ് ഇത്തരം ചില കമ്പനികൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സിംഗിൾ സെഗ്മെൻറ്റ് കോൺസെൻട്രേഷൻ പറയുന്നത്. സെക്കൻഡ്, സെലക്റ്റീവ് സ്പെഷ്യലൈസേഷൻ. ഇവിടെ കമ്പനി എന്താണ്, പലതരത്തിലുള്ള കസ്റ്റമേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പലതരത്തിലുള്ള കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള പല പ്രൊഡക്ട്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ എന്താണ്, പല പല മാർക്കറ്റുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരേ സമയം ഒരൊറ്റ കമ്പനീനെ ആസ്പദമാക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കമ്പനി പല മാർക്കറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പല മാർക്കറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ സ്കിൻ കെയർ ആണെങ്കിലും അതുപോലെ മേക്കപ്പ് ഐറ്റംസ് ആണെങ്കിലും ഒരൊറ്റ ബ്രാൻഡിൻ്റെ പല പല പ്രൊഡക്ട്സും മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു മേഖലയിൽ ലാഭം കുറഞ്ഞാലും മറ്റുള്ള മേഖല അത് മേ ബി ഉയർത്തിക്കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ലോസ് ഉണ്ടാക്കാനോ കമ്പനിക്ക് റിസ്ക് ഉണ്ടാക്കാനോ ചാൻസ് കുറവാണ്. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡ് തന്നെ പല പല മാർക്കറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബേബീസിൻ്റെ പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ സ്കിൻ കെയർ, മേക്കപ്പ്, ഇങ്ങനെ പല പല കാറ്റഗറിയിൽ പെട്ട സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്.
ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ബേബി കെയേഴ്സിന് വേണ്ടിയിട്ടുള്ള ബേബി സെറ്റുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മെഡിസിൻസും അവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ കാറ്റഗറിയാണ്. അതായത് ഒരൊറ്റ ബ്രാൻഡ് തന്നെ പല പല കസ്റ്റമേഴ്സിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതാണ് സെലക്റ്റീവ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ. ഇവിടെ കമ്പനികൾ എന്ത് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്? ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഒരു പ്രൊഡക്റ്റ് ഒന്നെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ മേലിൽ കുറേ അപ്ഡേഷനും ഇന്നോവേഷനൊക്കെ അവർക്ക് കൊണ്ടുവരാൻ കഴിയും. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റിന് സമാനമായ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് കമ്പനിക്ക് വലിയൊരു ലോസ് ആവും. ഇപ്പോൾ എക്സാമ്പിൾ സ്മാർട്ട് ഫോണുകൾ വന്ന ശേഷം ക്യാമറ അധികം യൂസ് ചെയ്യുന്നത് കുറഞ്ഞു പോയി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാനൺ എന്ന് പറയുന്ന സംഭവം അതൊരു ക്യാമറയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ പ്രൊഫഷണൽ ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ സാധാ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഈ ഒരു ക്യാമറ തന്നെ കൊടുക്കുക. എല്ലാ കസ്റ്റമേഴ്സിനും ഫോക്കസ് ചെയ്യുക, പക്ഷേ ഈ ഒറ്റ പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് മാർക്കറ്റ് സ്പെഷ്യലൈസേഷൻ ആണ്. ഇവിടെ നമ്മൾ ഒരു വിഭാഗം ഗ്രൂപ്പിനെ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യണുള്ളൂ. അതായത് ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം ഗ്രൂപ്പിനെ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം പ്രൊഡക്ട്സും നമ്മൾ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കും. ഒരു എക്സാമ്പിൾ രൂപേണ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ന്യൂ ബോൺ ബേബീസിൻ്റെ പാരൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരം ഐറ്റംസും സോപ്പ്, ഷാമ്പു, ചെറുപ്പ്, ബഡ്സ്, നെയിൽ കട്ടർ, ഡ്രസ്സ്, ഷൂ, സോക്സ്, ഇങ്ങനത്തെ ആ ഒരു ന്യൂ ബോൺ ബേബിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ തരം വസ്തുക്കളും എന്ത് ചെയ്യുന്നു, ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യും. ഇവിടെ ഇവർ ഒരൊറ്റ ഗ്രൂപ്പിനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് നല്ല രീതിക്കുള്ള വിശ്വാസം, ലോയാലിറ്റി ഇതിലുണ്ടാവും. കാരണം ആ ഒരു കസ്റ്റമറിന് വേണ്ട എല്ലാതരം പ്രൊഡക്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു കമ്പനിയോടൊരു വിശ്വാസം, ലോയാലിറ്റി കൂടും. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് മാർക്കറ്റ് ഡള്ളായാൽ എല്ലാ റിസ്കുകളും ഈ ഒരൊറ്റ കമ്പനീനെ എടുക്കേണ്ടി വരും. ദെൻ നെക്സ്റ്റ് ഒന്നാണ് ഫുൾ മാർക്കറ്റ് കവറേജ്. ഇവിടെ എല്ലാതരം കസ്റ്റമേഴ്സിനെയും ഇവർ ഫോക്കസ് ചെയ്യും. ഇവിടെ ഇന്ന സെഗ്മെൻറ്റ് അങ്ങനെയൊന്നുമില്ല, എല്ലാതരം കസ്റ്റമേഴ്സിനെയും ഇവരെന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപോലെ എല്ലാവർക്കും ഉദ്ദേശിച്ച് കണ്ട് എല്ലാ പ്രൊഡക്റ്റും ഇവരിവിടെ അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനെയും ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ലാഭം ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. ഡിസ്അഡ്വാൻറ്റേജ് പറയുമ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രൊഡക്ട്സ് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുമ്പോൾ ഹയർ കോസ്റ്റ് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണം വെച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആമസോൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പ്രൊഡക്റ്റും അതിൽ അവൈലബിൾ ആണ്. അവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് പറയുന്ന ഒരു കുട്ടി മുതൽ ഒരു അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഇവിടുത്തെ കസ്റ്റമേഴ്സാണ്. കാരണം എല്ലാതരം ആളുകളും ഈ ഒരു ആമസോൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ആമസോൺ പ്ലാറ്റ്ഫോം പറയുമ്പോൾ എല്ലാ പ്രൊഡക്ട്സും ഉണ്ട്. അവർ എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ പാറ്റേൺസ്. ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം ലോങ് ആയത് കാരണം രണ്ടാമത്തെ ഒരു പാർട്ട് നെക്സ്റ്റ് വീട്ടിൽ അപ്ലോഡ് ചെയ്യാം.